അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ സഹോദരങ്ങളെ, അനിഷ്കുറിലേ വലിവാലിദൈ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, 15 നൂറ്റാണ്ടിന്റെ പഴക്കം പറയാൻ പറ്റുന്ന പ്രപഞ്ചത്തിലുള്ള ഏക ഗ്രന്ഥമുണ്ടല്ലോ, അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാകുന്ന വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആനിലൂടെ മാലോകരോട് അല്ലാഹു അറിയിക്കയാ, അനിഷ്കുറിലേ എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ. അല്ലാഹു പറയുകയാ സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാ, അനിഷ്കുറിലേ എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ. പോരാ, വലിവാലിദൈക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്യണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. പോരാ, വലിവാലിദൈക മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. ഫമൻ ശക്കറല്ലാഹ തആല, ഒരുത്തൻ അല്ലാഹുവിന് ഒരുപാട് ശുക്ർ ചെയ്തു, ഒരുപാട് ശുക്രവൻ ചെയ്തു, അവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആരാധനകളുടെ ആഴങ്ങളിലൂടെ കടന്നുപോയി, ഒരുപാട് ആത്മീയമായ നിർവൃതിയിലൂടെ കടന്നുപോയി. അവനെല്ലാ നിസ്കാരവും കൃത്യമായി നിസ്കരിക്കുന്നവനാ, അവനെല്ലാ റവാത്തിബ് സുന്നത്ത് നിസ്കാരവും നിത്യമായി നിസ്കരിക്കുന്നവനാ. തഹജ്ജുദ് അവന്റെ ജീവിതത്തിൽ മുടക്കിയിട്ടില്ല, ളുഹാ നിസ്കാരം മുടക്കിയിട്ടില്ല, അവ്വാബി നിസ്കാരം മുടക്കിയിട്ടില്ല, വിത്ർ നിസ്കാരം മുടക്കിയിട്ടില്ല, ഒരു സുന്നത്ത് നിസ്കാരം മുടക്കിയിട്ടില്ല. ഹജ്ജ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. എത്ര ഉംറയാ ചെയ്തതെന്ന് ചോദിച്ചാൽ എണ്ണമറ്റ ഉംറകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് പോയി ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ സമർപ്പിച്ചുകൊണ്ട് ഹബീബായ പ്രവാചകനെ മുൻനിർത്തി പടച്ച തമ്പുരാനോട് ഒരുപാട് ദുആരക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷോപലക്ഷം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഒരുപാട് ത്യാഗത്തിന്റെ തീച്ചൂളയിലൂടെ അവൻ കടന്നുപോയിട്ടുണ്ട്. ഒരുപാട് ആരാധനകളുമായി അവൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്നാലോചിക്കണേ, ആലോചിക്കണേ. പക്ഷേ വലം യസ്കുറിലി വാലിദൈ, അവന്റെ അരമനയുടെ അകത്തളത്തിലുള്ള ഏതൊരു വിഭാഗത്തിന്റെ കാൽപാദത്തിലാണോ സ്വർഗം, ആരുടെ കീഴിലാണോ സ്വർഗം, ആരുടെ കീഴിലാണോ സ്വർഗം, ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അറിഞ്ഞില്ല, ആ മാതാപിതാക്കളുടെ വേദനകളെ അറിഞ്ഞില്ല, അവരുടെ കണ്ണുനീരൊപ്പാൻ അവരുടെ സവാളികളാ സമയം കിട്ടിയില്ല, അവരുടെ ബേജാറും വിഷമങ്ങളും പ്രയാസവും ഏറ്റെടുക്കുന്ന അവസരം കിട്ടിയിട്ടില്ല. അവൻ ഒരുപാട് നന്മകളിലൂടെ കടന്നുപോയവനാ. എന്നാൽ കേൾക്കണേ സഹോദരങ്ങളെ, അവനിൽ നിന്നും അല്ലാഹുവിന് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ സ്വീകരിക്കൂല. ഗൗരവത്തോടെ ചിന്തിക്കാൻ പറയുകയാ. ഒരു മനുഷ്യനെ അല്ലാഹു പരിഗണിക്കുന്നത് മാതാപിതാക്കളെ പരിഗണിക്കുന്നതിലൂടെയാ. ഒരു മനുഷ്യനെ അല്ലാഹു അവഗണിക്കുന്നത് മാതാപിതാക്കളെ അവഗണിക്കുന്നതിലൂടെയാ. അതുകൊണ്ട് എന്തൊക്കെ ത്യാഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയിട്ട് പ്രിയപ്പെട്ട ഉമ്മാനോട്, പ്രിയപ്പെട്ട ഉപ്പാനോട് സ്നേഹം അശ്രണമായിട്ടും ഇടപെടാനുള്ള സൗഭാഗ്യം ലഭിക്കാത്ത ഏത് രാജാവാകട്ടെ, ഏത് PM ആകട്ടെ, CM ആകട്ടെ, MLA ആകട്ടെ, MP ആകട്ടെ, മെമ്പറാകട്ടെ, ആരുമാകട്ടെ, ഏതൊക്കെ പൊളിറ്റിക്കൽ പവറുള്ള ആളാകട്ടെ, ഏതൊക്കെ വലിയ ഹാജിയാകട്ടെ, ഏതൊക്കെ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാകട്ടെ, ബിരുദവും ബിരുദാനന്ദ ബിരുദവും അക്ഷരമാല കൂട്ടങ്ങളുണ്ടല്ലോ, അവന്റെ പേരിനോടൊത്ത് വിദ്യാഭ്യാസത്തിന്റെ ഭൗതികമായ നിലവാരത്തിന്റെ ബിരുദങ്ങളുടെ എൻസലുകൾ എത്രത്തോളം എഴുതി വെക്കാൻ പറ്റുമോ അത്രത്തോളം അവൻ ഉന്നതമായ വിദ്യാഭ്യാസത്തിലൂടെ കടന്നുപോയവനാകട്ടെ. കൊണ്ടുപോലെ നീ എത്ര ത്യാഗപ്പെട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താലും നിന്നിൽ നിന്ന് ഇബാദത്ത് സ്വീകരിക്കൂല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? അനിഷ്കുറിലേ വലിവാലിദൈ. ഒന്ന് മനസ്സ് വെച്ചോ ചെറുപ്പക്കാരാ, ഒന്ന് മനസ്സ് വെച്ചോ പ്രിയപ്പെട്ടവങ്ങള്. ഇത്രയും നാളും കടന്നതിനെ കുറിച്ച് ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാ. മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടാകാ. അവരെ കൊണ്ടൊന്ന് പൊരുത്തപ്പെടുക. അവരെ വാരിപ്പുണർന്നുകൊണ്ട് എന്റെ സ്വർഗം നഷ്ടപ്പെടുത്തല്ലേ ഉമ്മ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ പല ഉപദേശവും എനിക്ക് നൽകിയിട്ടുണ്ട്, ഞാനതിനെ ചെവിക്കൊണ്ടില്ല ഉപ്പാ. ഉപ്പാ എന്നോട് പൊറുക്കണമെന്ന് പൊരുത്തപ്പെടിപ്പിക്ക് ചെറുപ്പക്കാരാ.
ഉമ്മാന്റെ കൽബ് സന്തോഷിക്കുമ്പോ, ഉപ്പാന്റെ കൽബ് സന്തോഷിക്കുമ്പോ അല്ലാഹുവിന്റെ പരലോകം സന്തോഷിക്കും. മറന്നു പോകണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മൻ അർളാ വാലിദൈഹി ഫഖദ് അർളാ ഖാലിഖ വമൻ അസ്ഖത വാലിദൈഹി ഫഖദ് അസ്ഖത ഖാലിഖ. മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ആരാ മാതാപിതാക്കള് അവരെ സന്തോഷിപ്പിച്ചാൽ അല്ലാഹുവിന് സന്തോഷം ഉണ്ടാവും, അവരെ തൃപ്തിപ്പെടുത്തിയാൽ അല്ലാഹുവിന് വല്ലാത്ത തൃപ്തി ഉണ്ടാകും. അവരെ വിഷമിപ്പിച്ചാൽ വമൻ അസ്ഖത വാലിദൈഹി, ആ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അല്ലാഹുവിന്റെ അർശ് പോലും വേദനിച്ചു പോകും. തമ്പുരാൻ 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 ദേഷ്യപ്പെട്ടു പോകും, കോപമുണ്ടായി പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കളിക്കല്ല ചെറുപ്പക്കാരാ, തീക്കളിയാ പൊന്നുമോനെ. നിന്റെ അത്രയും വിദ്യാഭ്യാസം ഒരു പക്ഷേ പ്രിയപ്പെട്ട ഉമ്മയ്ക്കുണ്ടാവൂല. നിന്റെ അത്രയും വിദ്യാഭ്യാസവും ബിരുദവും ബിരുദാനന്തര ബിരുദവും നിന്നെ പോലെയുള്ള പണവും പത്രാസും പ്രൗഢിയൊന്നും ഒരു പക്ഷേ നിന്റെ ഉപ്പാക്കുണ്ടാവൂല. പക്ഷേ നിന്റെ സ്വർഗം അവരുടെ കാൽച്ചുവട്ടില്ല, നിന്റെ സ്വർഗം അവരുടെ കാൽച്ചുവട്ടില്ല. നിന്റെ രക്ഷയുടെ കവാടത്തിന്റെ താക്കോൽ പൊന്നുമോനെ അവരുടെ. അവര് വിചാരിക്കണം നീ സ്വർഗത്തിൽ പോകണം. അത് അല്ലാഹു അവർക്ക് കൊടുത്ത വലിയ ഭാഗ്യവാ, അത് അല്ലാഹു അവർക്ക് കൊടുത്തൊരു ഭാഗ്യവാ. പ്രിയപ്പെട്ട ഉമ്മ, സ്വർഗം എവിടെയാ? സ്വർഗം എവിടെയാ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ എന്താ പറഞ്ഞത്? അൽ ജന്നത്തു. എവിടെയാ സ്വർഗം? ചെറുപ്പക്കാരാ, നീ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വർഗം അന്വേഷിച്ചു പോകുന്നുണ്ട്. അവിടെയൊക്കെ സ്വർഗത്തിന്റെ അംശങ്ങൾ നിന്റെ അന്തരാളത്തിൽ അടയാളപ്പെടുത്താൻ നിനക്ക് കഴിയണോ? നിനക്ക് അവിടെയൊക്കെ സ്വർഗം കണ്ടെത്താൻ കഴിയണോ? സ്വർഗത്തിന്റെ സിംഹഭാഗവും എവിടെയാ ഉള്ളത്? സ്വർഗം കിട്ടണോ? സ്വർഗം കിട്ടണോ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, തമാശക്ക് കളവ് പറയാത്ത പ്രവാചകനാ, തമാശക്ക് കളവ് പറയാത്ത പ്രവാചകനാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ളൊരു വാക്കുപോലും പറയാൻ നാം ഉയർത്തിയിട്ടില്ലാത്ത ലോകത്തിന്റെ വെളുത്തിങ്ങളെ, സുഹൃതങ്ങളുടെ പ്രഭവ കേന്ദ്രമേ, മുഴുവൻ നന്മകളുടെ സുഹൃതങ്ങളുടെ നന്മകളുടെ പ്രഭവ കേന്ദ്രമേ, ലോകത്തിൽ എവിടെയെല്ലാം പ്രകാശമുണ്ടോ അത് ഏതൊക്കെ കോണിലാകട്ടെ, വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇഷ്ടത്തിന്റെ ഇതിഹാസം തീർത്ത ലോകനായകനേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നീ സ്വർഗം അന്വേഷിക്കേണ്ടത് പ്രിയപ്പെട്ട മാതാക്കളുടെ കാൽച്ചുവട്ടില, മാതാക്കളുടെ കാൽച്ചുവട്ടില പൊന്നുമോനെ. അവരെ തൃപ്തിപ്പെടുത്തുമ്പോഴാ സ്വർഗത്തിൽ നിനക്ക് സീറ്റ് അല്ലാഹു നൽകുക. അവരെ സന്തോഷിപ്പിക്കുമ്പോഴാ സ്വർഗത്തിൽ നിനക്ക് ഇടം നൽകുക. അവരെ സന്തോഷിപ്പിക്കുന്നതിലൂടെയാ പരലോകത്തിൽ നിനക്ക് രക്ഷ നൽകുക, ഇഹലോകത്തിൽ നിനക്ക് സമാധാനം നൽകുക. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം അത് ഗൗരവം തന്നെയാ. പക്ഷേ നമ്മുടെ വിഷയം സ്വർഗം അവരുടെ കാൽച്ചുവട്ടിൽ. ആരുടെ കാൽച്ചുവട്ടിലെന്നാ ഹബീബ് പറഞ്ഞത്? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മാതാക്കളുടെ കാൽച്ചുവട്ടിലാ സ്വർഗം. ഉപ്പയ്ക്ക് പവറില്ല എന്നല്ല പറഞ്ഞത്, ഉപ്പയ്ക്ക് മഹത്വമില്ല എന്നല്ല പറഞ്ഞത്, ഉപ്പയുടെ മഹത്വത്തെ കുറച്ചതല്ല. പക്ഷേ ഒരുപാട് ത്യാഗത്തിന്റെ തീച്ചൂടുകളിലൂടെ കടന്നു പോകാൻ ലോകത്ത് ഏതെങ്കിലും ഒരാൾക്ക് കഴിയുമോ? അത് മാതാക്കൾക്ക് മാത്രമാ. സഹോദരങ്ങളെ, എവിടെയെല്ലാം നീ അവഗണിക്കപ്പെട്ടാലും മാതാക്കളുടെ കരങ്ങളിൽ നീ സുരക്ഷിതരാ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ഉദ്ധരിക്കുന്ന ഹദീസ, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസ. ഖാല, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ അടുക്കലേക്ക് അതാ വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജാ റജുലുൻ ഇലാ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ പരിശുദ്ധമായ പരിമളമോറുന്ന പരിസരത്തേക്ക് ഒരു വ്യക്തി കടന്നു വന്നു. ഒരാള് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു ഡൗട്ടുണ്ട് യാ റസൂലല്ലാഹ്, എനിക്കൊരു സംശയമുണ്ട് യാ ഹബീബല്ലാഹ്, എനിക്ക് അങ്ങയിൽ നിന്നൊരു കാര്യം അറിയാനുണ്ട് യാ റസൂലല്ലാഹ്, ഒന്ന് സംശയ നിവാരണം നടത്തി തരുമോ യാ റസൂലല്ലാഹ്? ചോദിക്കുമോനെ, എന്താ നിനക്ക് പറയാനുള്ളത്? എന്താ പെണ്ണുമോനെ നിനക്ക് ചോദിക്കാനുള്ളത്? പറയൂ എന്ന് ചോദിക്കും.
ചോദിക്കുമ്പോ അള്ളാന്റെ ഹബീബായ പ്രവാചകനോടാ മനുഷ്യൻ ചോദിക്കുക, അള്ളാഹുവിന്റെ റസൂല്, ഈ ലോകത്തിൽ ഒരുപാട് ആളുകളോടുള്ള കടമയും കടപ്പാടുമായി മുമ്പോട്ട് പോകുന്നവരാ നമ്മള്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ചിന്തിക്കണേ, ഗൗരവത്തോടെ കേൾക്കണേ. അതെപ്പ കേട്ടാലും ഇപ്പൊ കേട്ടാലും ഇപ്പോൾ ലൈവായിട്ട് കേട്ടാലും പിന്നെ ഒരു സമയത്ത് കേട്ടാലും എവിടെയൊക്കെ ഇരുന്ന് കേട്ടാലും ഏതൊക്കെ വാഹനത്തിലിരുന്ന് കേട്ടാലും ഏതൊക്കെ സന്ദർഭത്തിലിരുന്ന് കേട്ടാലും ഏതൊക്കെ വീടിന്റെ അകത്തളങ്ങളിലിരുന്ന് കേട്ടാലും ഏതൊക്കെ ഓഫീസിലിരുന്ന് കേട്ടാലും ഏതൊക്കെ റൂമിൽ കേട്ടാലും നിന്നുകൊണ്ട് കേട്ടാലും കിടന്നുകൊണ്ട് കേട്ടാലും ഇരുന്നു കൊണ്ട് കേട്ടാലും അറിയണേ, ഹബീബായ പ്രവാചകനോട് ചോദിക്കുന്നു, അള്ളാന്റെ ഹബീബായ പ്രവാചകരെ, ഞാൻ ഒരുപാട് 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 ആളുകളുമായിട്ട് നമ്മൾ കടമയും കടപ്പാടുമുണ്ടല്ലോ. ഈ കടമയിൽ ഏറ്റവും കൂടുതൽ കടമ ആരോടാ? കടമകളിൽ ഏറ്റവും കൂടുതൽ കടമ നിർവഹിക്കേണ്ടത് ആരോടാ? അള്ളാന്റെ ഹബീബായ പ്രവാചകൻ എന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ആധ്യാത്മികതയുടെ അധ്യാപകനാകുന്ന പുണ്യപ്രവാചകം പറയുകയാ, മറുപടി ഉടൻ തന്നെ വരികയാ, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാ. ഹബീബായ പ്രവാചകൻ ആദ്യമായി കടമയുടെ കവാടങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതിനെ 9 മാസവും 14 ദിവസവും ഏതൊരു ഗർഭാശയത്തിലാണോ കിടന്നത്, ഏതൊരു സന്തോഷത്തിന്റെ ഭവനത്തിലാണോ കിടന്നത്, ഏതൊരു കാരുണ്യത്തിന്റെ ആലയത്തിലാണോ കടന്നത്. സഹോദരങ്ങളെ, ഗർഭാശയത്തിന് അറബിയിൽ പറയുന്ന പേരെന്താ? ഗർഭാശയത്തിന് അറബിയിൽ പറയുന്ന പേരെന്താണെന്നറിയുമോ? റഹ്മ എന്നാ പറയുക. ഗർഭാശയത്തിന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് സഹോദരങ്ങളെ. ഗർഭാശയത്തിന് അറബിയിലുള്ള പേര് റഹ്മ എന്നാ. റഹ്മ എന്നാ. റഹ്മെന്ന് പറഞ്ഞ ഗർഭാശയവാ. എന്താണ് ആ വാക്ക് കൊടുക്കാനുള്ള കാരണം? എന്താ? റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നാർത്ഥം. അതുകൊണ്ട് അത് ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ വീടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ഭവനമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാരുണ്യ കടാക്ഷങ്ങൾ കിട്ടുന്ന ഒരു ലോകമാണ്. മാതാവിന്റെ ഗർഭാശയം മറന്നു പോകേണ്ട ചെറുപ്പക്കാരാ, ആ മാതാവിന്റെ മുമ്പിൽ നീ കൈകൊണ്ട് സംസാരിക്കുമ്പോൾ, അവരോട് എതിർത്ത് സംസാരിക്കുമ്പോൾ, അവരോട് കയർത്ത് സംസാരിക്കുമ്പോൾ, അവരുടെ ശബ്ദത്തെക്കാളും ഉയർത്തി സംസാരിക്കുമ്പോൾ, അവരുടെ വാക്കുകൾക്ക് വില നൽകാതെ മുന്നോട്ട് പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വിലയും നിലയുമില്ലാതെ മുന്നോട്ട് പോകുമ്പോ 15 നൂറ്റാണ്ട് മുമ്പ് പ്രപഞ്ചത്തിന്റെ അക്ഷതിക്കുകളില് ഇതിഹാസങ്ങൾ, അനുരാഗത്തിന്റെ ഇതിഹാസങ്ങൾ തീർത്ത അള്ളാന്റെ ഹബീബ് പറയുകയാ, ഒന്നാമത്തെ കടമ നിന്റെ ഉമ്മയോടാ. രണ്ടാമത്തെ കടമ ആരോടാ? ഹബീബായ പ്രവാചകൻ. രണ്ടാമത്തെ കടമ ആരോടാ? അടുത്ത ചോദ്യം വന്നു. ഒന്നാമത്തെ ഉമ്മയോടാ, ഓക്കെ. രണ്ടാമത്തെ കടമ ആരോടാ? ഉടൻ തന്നെ അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആവേശത്തിന് സ്വലാത്ത് ചെല്ലണം. എനിക്ക് സ്വലാത്ത് ചെല്ലണമെന്ന് എത്ര ആവർത്തിച്ചു പറയുന്നതിനകത്ത് എനിക്ക് മടിയൊന്നുമില്ല. എന്റെ ഇന്നത്തെ പ്രസംഗം മൊത്തം നിങ്ങൾ സ്വലാത്ത് ചെല്ലണം, നിങ്ങൾ സ്വലാത്ത് ചെല്ലണം എന്ന് അധികമായി ഏറ്റവും കൂടുതൽ വാക്ക് ആ വാക്കാണ് വന്നിട്ടുള്ളതെങ്കിലും എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഹബീബായ പ്രവാചകനോടുള്ള ബന്ധം അത് വല്ലാത്ത ബന്ധമാണ്. സ്വലാത്തിലൂടെയുള്ള ബന്ധം, സ്വലാത്തിന്റെ മഹത്വം, സ്വലാത്തിന്റെ പ്രത്യേകമായ പവർ, ആ സ്വലാത്തിലൂടെ നാം അറിയാതെ സംസ്കരിക്കപ്പെടുമ്പോൾ, നമ്മുടെ പരിസരം പരിമളമാകുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയി ഖബറിൽ കിടക്കുന്നവർക്ക് പോലും അതിന്റെ പ്രതിഫലം കിട്ടുമ്പോൾ, സ്വലാത്ത് ചെല്ലാതിരുന്നാലുള്ള നഷ്ടവും അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് വിദൂരത്താകും, അള്ളാഹുവിന്റെ കോപം ഉണ്ടാകാൻ വരെ കാരണമാകുന്നതാണ്. റസൂലുള്ളാഹി. അതുകൊണ്ട് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആറ്റം മുതൽ ഈയറ്റം വരെ സ്വലാത്തിന്റെ ശബ്ദങ്ങളാൽ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ അലയടി വരട്ടെ. ആർത്തിരമ്പി വരുന്ന അനുരാഗത്തിന്റെ തിലമാലകൾ പോലെ സ്വലാത്തിന്റെ ഈരടികൾ കൊണ്ട് ഉറച്ചുറച്ച് സ്വലാത്ത് ചെല്ലുന്ന മക്കളെ, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂൽ പറയാ, രണ്ടാമത്തതാരാ? രണ്ടാമത്തത് ഉമ്മുക്ക, നിന്റെ ഉമ്മ. രണ്ടാമത്തത് നിന്റെ ഉമ്മയാ. മൂന്നാമത്തെ ചോദ്യം വന്നു. 2 വട്ടം നിങ്ങൾ ഉമ്മയെന്നാ പറഞ്ഞത്. കടമയും കടപ്പാടും കൂടുതൽ ആരോടാണെന്ന് ചോദിച്ചപ്പോൾ 2 തവണയും നിങ്ങൾ പറഞ്ഞത് ഉമ്മയോടാണെന്ന്. ഞാനൊന്ന് മൂന്നാമതായി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മൂന്നാമത് ഞാൻ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ളത് ആരോടാ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരെ. അപ്പോഴും ആരംഭപ്പൂവായ ആക്കായെ നാംദാർ താജ്ദാരെ മദീന സർക്കാരെ ദോ ആലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ പറയുന്നു ഉമ്മുക്ക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല പൊന്നുമോനെ ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക. 3 കടമകളുടെ ആദ്യത്തെ പടവുകൾ ഉമ്മയ്ക്കുള്ളതാ. ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാ പൊന്നുമോനെ, നിന്റെ ഉമ്മയോടാ പൊന്നുമോനെ. 4ാം തവണ ചോദിക്കുമ്പോഴാ പറയുന്നത് അബൂക്ക, നിന്റെ വാപ്പയോടെന്ന്. 4ാമത്തെ തവണയാ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യ മാതാക്കൾക്കും എല്ലാ മാതാക്കൾക്കും മഹത്വമുണ്ട്. മുസ്ലിം മാതാക്കൾ മാത്രമല്ല മഹത്വമുള്ളത്. അതാ പേറ്റുനോവിന്റെ നൊമ്പരമറിയുന്ന എല്ലാ മാതാക്കൾക്കും അല്ലാഹു മഹത്വം കൊടുത്തിട്ടുണ്ട്, മറന്നുപോകണ്ട. അതുകൊണ്ട് 3 തവണ ഉമ്മയാണ് ഉമ്മയാണ് ഉമ്മ